ഹലോ, നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ ഉപ്പിലിട്ട കണ്ണിമാങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ? കടലയും കൂടെ ചേർത്ത്. അത് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിനുവേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടല വേവിച്ച് ഓൾറെഡി ഞങ്ങൾക്കിന്ന് പുട്ടും കടലയായിരുന്നു. അപ്പോൾ ആ കടലയിൽ നിന്ന് കുറച്ച് 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചായിരുന്നു. അതും കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, അതും ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. വലിയ മാങ്ങ ആണെങ്കിൽ ഇച്ചിരി ഒരെണ്ണം മതി. ഇപ്പോൾ അതൊക്കെ കുറച്ച് നാളായതുകൊണ്ട് അത് നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട്. ഇതുപോലെ ഞെവടി എടുക്കാം നമുക്ക്. അങ്ങനെ ആ പരുവായിട്ടുണ്ട് ഉപ്പിലിട്ട കണ്ണിമാങ്ങയെ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് കടലയും അതിൻ്റെ കുറച്ച് അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളവും പിന്നെ ഈ ഞെവടി വെച്ച കണ്ണിമാങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അത് നന്നായിട്ട് അത് രണ്ടും കൂടെ ഒന്ന് തിളച്ച് യോജിക്കണം. അതിൻ്റെ ആ മാങ്ങയുടെ ആ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടെ കടലയോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം. ഇനി അത് നമുക്ക് വേവിക്കാൻ വെക്കണം. ഇനി അതിനിടാൻ വേണ്ടി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതെടുത്ത് ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും മതി അരയ്ക്കാൻ. ഇതും പിന്നെ ഒരു തേങ്ങ ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണേ, തരിതരിയായിട്ട് അരച്ചെടുക്കല്ലേ. ഇതിൻ്റെ അരപ്പിലും ഉണ്ടൊരു അത് മാത്രമേ നോക്കിയാൽ മതി. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് നോക്കണം, കടലയും കണ്ണിമാങ്ങ ഉപ്പിലിട്ട കണ്ണിമാങ്ങയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അരപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ തിളയ്ക്കാൻ അനുവദിക്കണം. അരപ്പ് ആ മിക്സിയുടെ ജാറിൽ ആ വെള്ളവും കൂടെ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ കടലക്കറിയിലോട്ട് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം പോലെ ആണ്ട, കുറുകി നിൽക്കണം കറി, എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം മിക്സിയുടെ ജാറും കൂടെ കഴുകി അതും കൂടെ ആ വെള്ളം കൂടെ ചേർത്തു. ഈ സമയത്ത് നമുക്കൊന്നും കൂടെ അത് മിക്സ് ചെയ്തിട്ട് നോക്കണം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് വെച്ചാൽ കടലയ്ക്കും ഓൾറെഡി ഉപ്പിട്ടല്ലേ നമ്മൾ വേവിക്കുന്നത്. അതുപോലെ കണ്ണിമാങ്ങയും ഉപ്പിലിട്ട കണ്ണിമാങ്ങയിൽ അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടരുതല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് നോക്കിയിട്ട്, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി തിളയ്ക്കാൻ അനുവദിക്കണം. നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ണിമാങ്ങ എനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിൽ മാവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ജാറിനകത്ത് കൊണ്ട് തന്നതാണ്. ഞാനപ്പം കുറച്ചൊരു 5-6 മാസത്തോ കൂടുതലായി എനിക്ക് കൊണ്ട് തന്നിട്ട്. അപ്പം ഞാനോർത്ത് ഇപ്പം ഇന്ന് നോക്കിയപ്പം കടലയും വേവിച്ച് ഇരിപ്പുണ്ട്, കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും ഇരിപ്പുണ്ട്. എന്നാൽ ഇന്ന് ഇതാകട്ടെ വീഡിയോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് കടുവറുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിനകത്തൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ കടുകിട്ടു. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഉലുവ അല്ലെങ്കിൽ ഉഴുന്നിട്ടാൽ മതി. ഞാനിവിടെ ഉഴുന്നാണ് ഇടുന്നത്. ഒരു നുള്ളു ഉഴുന്നിട്ടാൽ മതി. ഉഴുന്നും ഇട്ടിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ഒരു കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കടല ആയതുകൊണ്ട് ഗ്യാസ് കയറരുതല്ലോ. അതുകൊണ്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് കറിയിലോട്ട് ഒഴിക്കണം. ഇത്രയും ആയാൽ നമ്മുടെ കറി റെഡിയായി. നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവരും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.